ഹല്ലേലൂയ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളേവരെ അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഓരോ ദിവസവും അവൻ നമ്മളെ കാത്തു വരുവാൻ. സകലതും മുന്നമേ അറിഞ്ഞവൻ, സകലതും മുന്നമേ കണ്ടവൻ, സകലത്തെയും തൻ്റെ ഹിതത്താൽ നടത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവൻ, തൻ്റെ ഹിതത്താൽ സകലത്തെയും നിറയ്ക്കുന്നവൻ. അവിടുന്ന് അവൻ കർത്താവാകുന്നു, രാജാതി രാജാവുമാകുന്നു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാതപീഠവുമാക്കിയിരിക്കുന്നു. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിയാലെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കിയിരിക്കുന്നവൻ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്ത വചനമാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായും വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പൂജയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. പ്രിയമുള്ളവരെ, ആ കർത്താവ് എത്ര വലിയ സ്നേഹനിധിയായ ദൈവമാണ്. നമ്മൾ ഓർക്കുന്നു, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1-ാമത്തെ അധ്യായം തൊട്ട് 2-ാമത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ച, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. 7 ദിവസം കൊണ്ട് താനെ സകലത്തെ ഉളവാക്കി. 7-ാം ദിവസം താൻ സ്വസ്ഥമായിരുന്നു. സകലവും സൃഷ്ടിച്ച ശേഷം 6-ാം ദിവസം സകലത്തെ സൃഷ്ടിച്ച അവസാനം 6-ാം ദിവസം ഏറ്റവും അവസാനമായപ്പോൾ താൻ തൻ്റെ രൂപത്തിൽ, തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉളവാക്കി. നിലത്തെ പൊടിയിൽ കുഴച്ച് അവനെ തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ആ മനുഷ്യനെ ഉളവാക്കിയത്. അപ്പം മനുഷ്യനെ ഉളവാക്കിയത് ഉളവാകട്ടെ എന്ന് പറഞ്ഞ് മറ്റ് സൃഷ്ടികളുടെ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യപ്രകാരം ഈ നിലത്തെ പൊടി കൊണ്ട് തൻ്റെ കൈകൊണ്ട് അതിനെ നിർമ്മിച്ചിട്ട് തൻ്റെ ശ്വാസം അവനിൽ ഊതിയപ്പോൾ അവിടെ നാം വീണ്ടും കാണുന്നത് അവൻ ജഡമല്ല, അവൻ ജീവനുള്ള